എന്താ സുധ വന്ന കാലത്തിന് നിൽക്കുന്നത്? ഇരുന്നൂടെ? കുഴപ്പമില്ല സുശീലേ, ഇരിക്കുന്നതിലല്ലോ കാര്യം. എന്നാ നീ വന്ന കാര്യം പറ. നിന്റെ മോളെ എന്റെ മോൻ അവിടെ കൊണ്ടുവന്ന് ആക്കിയതിനെ കുറിച്ചാണെങ്കിൽ അതെന്റെ അറിവോടെയല്ല. രാത്രിയിൽ അവളുടെ തലയണ മന്ത്രം കേട്ട് രാവിലെ അതിനനുസരിച്ച് എന്റെ മോൻ ഓരോന്ന് ചെയ്യുന്നു. നല്ലൊരു മരുമകളുടെ അമ്മയായിരിക്കാൻ എനിക്ക് യോഗമില്ല സുധ. എന്റെ മോൾ ഒരിക്കലും സുശീലെ ധിക്കരിച്ചൊന്നും ചെയ്യില്ല. പിന്നെ അവളുടെ ഒരു വള ഇവിടുന്ന് നഷ്ടപ്പെട്ടപ്പോ അതെനിക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് കള്ളം പറയാണെന്ന് വരുത്തി തീർത്തത് അത് ശരിയാണോ സുശീലെ? അങ്ങനെ ഒരു ആവശ്യം എനിക്കുണ്ടെങ്കിൽ ഞാനതിവിടെ വന്ന് ചോദിച്ചു വാങ്ങിക്കില്ലേ സുശീലെ? ഞാൻ എന്റെ മകളുടെ ഒരു വള വേണമെന്ന് ആവശ്യപ്പെട്ട നീയോ സത്യനോ അത് തരില്ല എന്ന് പറയോ? എന്റെ കാര്യം അങ്ങ് വിട് സുധ. നിന്റെ മകളുടെ സ്വർണം ഞാനല്ലല്ലോ സൂക്ഷിക്കുന്നത്, സത്യം തന്നെയല്ലേ? അവന്റെ ഭാര്യ പറഞ്ഞാൽ എന്തും ചെയ്യും. പിന്നെ എന്തിനാ നിന്റെ മകൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചതെന്നാ എനിക്ക് മനസ്സിലാവാത്ത സുധ. ഈ വീട്ടിലുള്ള എന്നെ എന്റെ മോളെയും കള്ളിയാക്കാനാണോ? സുശീലെ, അവൾ ഇന്ന് നിന്റെ വീട്ടിൽ വന്നത് ആ വള നിന്നെ ഏൽപ്പിക്കാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയ്ക്ക് ഇതൊന്ന് നിർത്താമോ? അമ്മ ഇതിനെ എത്ര വട്ടം ആവർത്തിച്ചാലും കാണാനില്ലെന്ന് പറഞ്ഞ വള പ്രതിഭ അച്ഛന് കൊണ്ട് കൊടുത്തെന്ന് ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ ആ വള എവിടെ പോയിടി? നീ എടുത്തോ? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനിത് എടുത്തെന്ന് പ്രതിഭ പറയുകയില്ല. അപ്പൊ നിങ്ങളെല്ലാവരും കൂടി എന്നെ കളിയാക്കാൻ നോക്കണം അല്ലടി? ഇവിടെ ആ സമയത്ത് നിന്നെ അവളെയും കൂടാതെ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് അമ്മ എടുത്തൊന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? അമ്മയിലെ പ്രതിഭയെ കുറിച്ച് ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറയുന്നേ. ഞാൻ പറഞ്ഞത് ഇല്ലാത്തതാണെങ്കിൽ പ്രതിഭ വള നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതും ഇല്ലാത്തത് തന്നെയാ. ഈ വീട്ടിൽ